കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ തലമുതിർന്ന മാധ്യമങ്ങൾ മെസ്സിയെ ചൊല്ലി തമ്മിൽ പോരാണ്. തുടക്കത്തിൽ വസ്തുതകളെക്കാൾ കൂടുതൽ ചെളിവാരിയേറിയലും കുന്നായ്മയുമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ന്യൂസ് കിച്ചണിൽ വിഷയം ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെയും സർക്കാരിൻ്റെയും നിർണായക രേഖകൾ പുറത്തു വരുമ്പോൾ ന്യൂസ് കിച്ചണും നിലപാട് പറയാതെ വയ്യ എന്ന സാഹചര്യമായിരിക്കുകയാണ്. എന്തായിരുന്നു ലക്ഷ്യം? ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുക, ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമിനെ കൊച്ചിയിൽ കളിപ്പിക്കുക, കേരളത്തിൻ്റെ ഫുട്ബോൾ ആവശ്യത്തിന് ഒരു ലോകോത്തര വേദി നൽകി കായിക ടൂറിസത്തെ ഉയർത്തിപ്പിടിച്ച് കേരളത്തെ ലോക ഫുട്ബോൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. ആഹാ, എന്തൊരു ഐശ്വര്യമാണല്ലേ! പക്ഷേ ഒടുവിൽ എന്തുണ്ടായി? മെസ്സി വന്നില്ല, അർജന്റീന വന്നില്ല, കളിയും നടന്നില്ല. വന്നില്ലെങ്കിലും സർക്കാരിന് നഷ്ടമൊന്നുമില്ലെന്നും കാശ് പോയത് സ്വകാര്യ സ്പോൺസറിനാണെന്നുമാണ് മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാൻ ആവർത്തിച്ചത്. കിട്ടിയാൽ ഊട്ടി, പൊട്ടിയാൽ ചട്ടി. അല്പം പിന്നാമ്പുറ കഥ പറഞ്ഞിട്ട് തുടരാം. 2024 സ്പെയിനിൽ സ്വന്തം ടീമുമായി പോയി കുറച്ച് ദിവസം തങ്ങിയതാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ആരൊക്കെയോ കണ്ടെന്നും വിശദമായ ചർച്ചകൾ നടത്തിയെന്നുമാണ് പിന്നീട് മൂപ്പർ തന്നെ പറഞ്ഞത്. സർക്കാർ ചെലവിൽ പോയ ഈ യാത്രയുടെ മിനിറ്റ്സോ ഔദ്യോഗിക ചർച്ചാ വിവരങ്ങളോ സർക്കാരിൻ്റെ ഒരു ഫയലിലും ഇല്ല. മൂപ്പര് പറഞ്ഞുവെന്ന് തന്നെ പറയണം. അതിനുശേഷം തൊട്ടടുത്ത വണ്ടിക്ക് കേരളത്തിൽ വന്നിറങ്ങിയ മൂപ്പര് മെസ്സി ഉറപ്പായും വരും, വന്നിരിക്കും എന്ന് പറഞ്ഞ് കുറിച്ച നാളും തീയതിയും ഒക്കെ തട്ടിവിട്ടിരുന്നു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലുണ്ടാകുമെന്നും പ്രദർശന മത്സരത്തിന് പുറമെ ആരാധകരെ കാണാൻ 20 മിനിറ്റ് പൊതുവേദിയിൽ എത്തുമെന്നുമൊക്കെയായിരുന്നു പ്രഖ്യാപനം. അതോടെയാണ് കേരളത്തിൽ ദാ മെസ്സി വരുന്നു, ദേ മെസ്സി വരുന്നു എന്ന് കേട്ട് ഫുട്ബോൾ പ്രേമികൾ ഉടുപ്പും തുന്നി കാത്തിരിക്കാൻ തുടങ്ങിയത്. എന്നാൽ നവംബർ മാറി മാർച്ചായി, പിന്നീട് അടുത്ത വിൻഡോയായി. ഒടുവിൽ ഫിഫ മെസ്സിക്ക് അനുമതി നൽകിയില്ല, മെസ്സി കേരളത്തെ ചതിച്ചു എന്നിങ്ങനെയൊക്കെ വിലാപവുമായി. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇതൊക്കെ പാടാണെന്ന് മുൻപേ പറഞ്ഞവർ ധാരാളമുണ്ടായിരുന്നു. അവരെല്ലാം അപ്പോഴും ക്ഷുദ്രജീവികളായി തന്നെ തുടർന്നു. മാംഗോ ഫോണും മുട്ടിൽ മരമുറിയും അടക്കം വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആൻഡ്രോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ RBC അഥവാ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. 300 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ലോകം ഉറ്റുനോക്കുന്ന ഒരു മെഗാ ഇവൻ്റ് നടത്താൻ ടെൻഡർ പോലും ഇല്ലാതെയാണ് RBCക്ക് സർക്കാർ അനുമതി നൽകുന്നത്. ഇനിയുമുണ്ട്. 2024 ഡിസംബർ 20-നാണ് RBC അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം അവർക്ക് അതിനുള്ള അനുമതി സർക്കാർ ഉത്തരവായി നൽകിയത് 2025 ജനുവരി 7-നാണ്. അതായത് സർക്കാർ അനുമതി നൽകുന്നതിന് മുൻപേ തന്നെ സ്വകാര്യ കമ്പനി സർക്കാരിൻ്റെ പേരിൽ വിദേശത്ത് ഒരു കരാർ ഒപ്പിട്ടു. ഇനി എന്താണ് കരാർ? കളി നടന്നാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ 70% സ്പോൺസറായ RBCക്കും 30% അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും. പിന്നെ സർക്കാരിൻ്റെ റോൾ എന്താണ്? എന്തിനാണ് ഈ പണിയൊക്കെ സർക്കാർ എടുക്കുന്നത്? മന്ത്രി എന്തിനാണ് ചാടി പുറപ്പെട്ടത്? അബ്ദുറഹിമാൻ എന്ന ഫുട്ബോൾ സ്നേഹിയെ, പ്രത്യേകിച്ചും മെസ്സി സ്നേഹിയെ ഇനിയും കേരളം തിരിച്ചറിഞ്ഞില്ലെന്നാണോ? ആർക്കറിയാം. ഇനി വരുന്നത് ചില വമ്പൻ നമ്പറുകളാണ്. സ്പോൺസറായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി നൽകിയെന്നായിരുന്നു ആദ്യത്തെ അവകാശവാദം. ഇത് വെറുമൊരു വാചകമടിയല്ലെന്നാണ് GST SIT നടത്തിയ പ്രാഥമിക പരിശോധനയെ ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകൾ. 2025 ജൂൺ 12-നും 2025 ഒക്ടോബർ 15-നും 2 ഘട്ടങ്ങളിലായി ഈ പണം കൈമാറിയതിൻ്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയതായാണ് ഒടുവിലെത്തുന്ന വിവരം. തീർന്നില്ല. 22.68 കോടിയുടെ കണക്ക് കൂടിയുണ്ട്. 126 കോടിയുടെ വിദേശ ഇടപാടിന് ഏകദേശം 22.68 കോടി രൂപ സർക്കാരിലേക്ക് സർവീസ് ടാക്സ് അഥവാ GST അടയ്ക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു. നികുതി അടച്ചില്ലെങ്കിൽ 18% പലിശയും 25% പിഴയും വേറെയാണ്. 126 കോടി എവിടെ നിന്നാണ് സമാഹരിച്ചത്? പ്രക്ഷേപണ അവകാശം മുൻകൂട്ടി വിറ്റാണോ പണം കണ്ടെത്തിയത്? അതോ മറ്റേതെങ്കിലും വഴികളിലൂടെയാണോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ നികുതികൾ അടച്ചിട്ടുണ്ടോ? പണത്തിൻ്റെ ഉറവിടത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ ഈ ഇടപാടുകളുടെ രേഖകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറുന്ന കാര്യം വരെ SIT ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇനിയുമുണ്ട് പാളിച്ചകൾ. മെസ്സിയെ കൊണ്ടുവരാൻ ഉഭയകക്ഷി ധാരണ ഉണ്ടായില്ലെന്ന് മുൻ മന്ത്രി നിയമസഭയിൽ പറയുമ്പോൾ MOU ഉണ്ടായിരുന്നതായി ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ ഇമെയിൽ പരിശോധനയിൽ തെളിയുന്നുണ്ട്. സർക്കാരിന് 1 രൂപ പോലും നഷ്ടമില്ലെന്ന് അവകാശപ്പെടുമ്പോഴും മന്ത്രിയുടെ സ്പെയിൻ യാത്രയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് 13.04 ലക്ഷം രൂപ ചെലവായതായി RT രേഖകളിലുമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 11-ന് കായിക വകുപ്പ് തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. വിശദമായ അന്വേഷണം വേണമെന്ന് വ്യക്തമായതോടെയാണ് ധനവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇവിടെയും ന്യൂസ് കിച്ചണും നാട്ടുകാർക്കും ചോദ്യമുണ്ട്. 22.68 കോടിയുടെ ഈ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് 2025 ജൂണിൽ തന്നെ നികുതി വകുപ്പിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പല തവണ കമ്പനിക്ക് സമൻസ് അയച്ചിട്ടും മുൻ സർക്കാരിൻ്റെ കാലത്ത്
എന്തുകൊണ്ടാണ് തുടർ നടപടികൾ വൈകിപ്പിച്ചത്? ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചോ? അതോ രാഷ്ട്രീയമായ ഇടപെടലുണ്ടായോ? 3 GST ഉദ്യോഗസ്ഥർക്കാണ് നിലവിൽ ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത്. നികുതി വെട്ടിപ്പിൽ അന്വേഷണം ഒതുക്കാൻ ഇടപെട്ടെന്ന് സംശയിക്കുന്ന CPM നേതാവിൻ്റെ ഭാര്യ അടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. നിലവിൽ ആരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. ന്യൂസ് കിച്ചനും അങ്ങനെ ഒരു വിധിക്ക് മുതിരുന്നില്ല. അന്വേഷണം നടക്കട്ടെ, തെളിവുകൾ പുറത്തു വരട്ടെ. പക്ഷേ ഇവിടെ ഉയരുന്ന ചില കാതലായ ധാർമ്മിക ചോദ്യങ്ങളുണ്ട്. മലയാളികളുടെ ഫുട്ബോൾ പ്രണയത്തെയും ലയണൽ മെസ്സിയോടുള്ള അന്ധമായ ആരാധനയും മുതലെടുത്ത് ഒരു സ്വകാര്യ ബിസിനസ് ഇടപാടിന് കളമൊരുക്കാൻ സർക്കാർ സംവിധാനങ്ങളും മന്ത്രിമാരുടെ പദവിയും വഴിവിട്ട് ഉപയോഗിക്കപ്പെട്ടോ? അതോ ഒരു വലിയ അന്താരാഷ്ട്ര കായികമേള നാട്ടിലെത്തിക്കാൻ ആവേശത്തിൻ്റെ പുറത്ത് ചാടി പുറപ്പെട്ടപ്പോൾ സംഭവിച്ച ഭരണപരമായ ചില നടപടിക്രമ പിഴവുകൾ മാത്രമാണോ ഇത്? അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം തരാമെന്ന് വെല്ലുവിളിച്ച ആളാണ് ശ്രീമാൻ ആൻഡോ അഗസ്റ്റിൻ. ഇങ്ങനെ വെല്ലുവിളിക്കുന്നതിനൊക്കെ പകരം കരാറുകളുടെയും പണം കൈമാറിയതിൻ്റെയും സുതാര്യമായ രേഖകൾ പുറത്തുവിട്ട് നിരപരാധിത്വം തെളിയിക്കുകയല്ലേ ആൻഡോ ചെയ്യേണ്ടത്? വിവാദ ഇടപാടുകളുടെ ഫുൾ ടൈം സ്കോർ എന്താകുമെന്ന് കാണാൻ കേരളം കാത്തിരിക്കുകയാണ്.